ഓരോരുത്തർ പോകുമ്പോഴും പഴയ വീഡിയോസ് ഒക്കെ കണ്ട് ന്യൂസ് അടിച്ചിരിക്കുകയാണ് പതിവ്. അപ്പോഴാണ് ഇവിടെ ഒരാൾ വന്നത്. വന്നു ഞാൻ എങ്ങോട്ടാ? ആദ്യം ഈ പുല്ലൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ. ഇനി ഇവിടെ സ്പേസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അടി 2 വർഷമായിട്ട് ഞാൻ കാത്തിരുന്നിട്ട് സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. നീ ആർക്കൂടി, നീ കൈവിളി. എനിക്കിവിടെ ഇല്ലല്ലോ. നീ ഇത്ര വിളി. ഇവിടെ ഇല്ല. നമുക്ക് പെട്ടെന്ന് സംസാരിച്ചിട്ടില്ല. നമുക്ക് ആർക്കൂടി സംസാരിക്കാം. എന്തുണ്ട് സുഖല്ലേ? നിങ്ങക്ക് എന്തൊക്കെ കൊണ്ടുവന്നോ നോക്കിക്കേ. കൊച്ചിന് ബി പി എല്ലാം ഉണ്ട്. ഇക്കൊന്ന് വിളിച്ചേ എനിക്ക് ഉണ്ടെന്ന് നോ പറയത്തില്ല. പെട്ടെന്ന് വിളിക്കുന്നോട്ട്. ഗോവിന്ദുണ്ടല്ലോ, ഗോവിന്ദുള്ള പെട്ടി കിടക്കൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതെന്തിനാ? എനിക്ക് അറിഞ്ഞോടാ. ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാമോ? ഇല്ല ഇല്ല, അടുത്തില്ലടാ. ഞാൻ സംസാരിക്കട്ടെ. ഞാനാ ഗോവിന്ദ. ഞാനിവിടെ നിക്കാൻ വന്നാണേ. നീ നൗഫലായിട്ട് സംസാരിച്ചോ? ഇക്ക നോന്ന് പറയത്തില്ല. ഇട്ടത് പറഞ്ഞ സമ്മതിച്ചത് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചിനത് പി പി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലടാ, നൗഫലായി സംസാരിക്കേ. ഇവിടെ പറഞ്ഞ പണ്ട് പറഞ്ഞ ഇവിടെ സ്ലോട്ട് ഉണ്ടെങ്കിൽ നിർത്താതെ. ഓ അതെ, ഞാൻ എല്ലാം ചോദിക്കും. ഞാൻ തെങ്ങനുണ്ട്, പുള്ളി വിളിക്കും. ഞാൻ ചെയ്യേണ്ട എല്ലാം ചെയ്യിക്കാം. കൊച്ചിന്റെ അപ്പി വരെ ഞാൻ വായിക്കാം. ഒന്ന് തെറ്റിപ്പോന്നേ. നീ ഇപ്പൊ തൽക്കാലം വീട്ടിൽ പോ. വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ വീട്ടിലെല്ലാം പറഞ്ഞ് എല്ലാ സാധനവും കൊണ്ട് വന്നേക്കുന്നത്. എല്ലാം ഉണ്ട് എന്റെ കയ്യില്. അവിടെ ഒന്നും കേട്ടത്തില്ല. അയ്യോ എല്ലാം ഇവിടെ സെറ്റാന്ന് പറഞ്ഞു വന്നാ. എന്തെങ്കിലും ചെയ്യേ. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാം. ആരാ വന്നേ, എന്തിനാ വന്നേന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ആളെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോ ഇന്ന് നമ്മൾ എവിടെയാണ് പോകാൻ പോകുന്നത്? ടെൻഷൻ അടിക്കാതെ പറ ഗൈസ്. അപ്പൊ നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ ഏറ്റവും ചെറിയ കുട്ടിക്ക് വേണ്ടിട്ട് ഒരു കോഴ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകണം ഗൈസ്. എന്ത് കോഴ്സാണ് നീ പഠിക്കാൻ പോണേ ഗൈസ്? ഇതല്ല കുട്ടി, ഇതാണ് കുട്ടി കേട്ടോ. ഇത് അമ്മച്ചിയാണ്. 20 കൊല്ലം മുമ്പ്. പറഞ്ഞോ. നമ്മൾ ക്യാമറ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകാൻ പോകുന്നത്. എന്ത് പഠിക്കാൻ പോണേ? നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. കോഴ്സിന്റെ പേരാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തോ ടെക്സ്റ്റ് ചെയ്യുന്ന സംഭവം അല്ലേ? എഴുത്ത് ടെസ്റ്റിംഗ്. ഓ, ചെക്ക് ചെയ്യുന്നത്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. സോ ഗൈസ്, അപ്പൊ ഇനി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി കാണാം. അപ്പൊ ബൈ. സോ ഗൈസ്, അപ്പൊ നമ്മള് എത്താറായിട്ടുണ്ട്. എത്താറായില്ലേ? ഇതാണ് കക്കനാട് കാർണിവൽ ഇൻഫോ പാർക്കിന്റെ അകത്ത്. അല്ല, ഇതിന്റെ അകത്ത് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ? ഇതിന്റെ അകത്ത് ക്യാമറ എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കാൻ പോണത്. ക്യാമറയിലെ നമ്മളെ കാര്യങ്ങളും അഡ്മിഷൻസ് ഒക്കെ നോക്കുന്നത് ആ കുട്ടിയാണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് വാട്സാപ്പില്. ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ ഇവര് കുറെ കോഴ്സസ് ഉണ്ടടാ. AI ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട്, കുറെ കോഴ്സസ് ഉണ്ട്. ബാക്കി പിന്നെ പറയാം അല്ലേ? ബാക്കി പിന്നെ താങ്ക് യു. ഈ കോഴ്സ് എന്തായിരുന്നു? ആ കോഴ്സ് ഒന്നും ഇല്ല. ഇവിടെ പെൺപിള്ളേരെ മാത്രം പഠിപ്പിക്കുന്നുള്ളത് അറിയാം.
അല്ല ഇവിടെ വന്ന് എന്തിനാന്ന് ഞാൻ ചോദിച്ചത്. ഇത്താ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ അതോ രജിസ്ട്രേഷൻ ഒക്കെ ഇവിടെയാണ്. അവർ ഇവിടെ തന്നെയാണ് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ തന്നെ ജോബിന് കയറാൻ പറ്റും. അവര് അത്യാവശ്യം കുറെ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഇപ്പൊ ജോബ് പ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം വരുന്നത്. പഠിപ്പിക്കുന്ന എവിടെയാ? കുറച്ച് മാറിയിട്ടാന്ന് തോന്നുന്നു. നമ്മളിപ്പോ അതെല്ലാം നോക്കാൻ പോവാ. അങ്ങനെ നമ്മൾ ക്യാമറേന്റെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്തു. അവരുടെ വർക്ക് സ്പേസ് ഒക്കെ കണ്ട് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നേരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്. എനിക്ക് പാടുന്നില്ല, അത് നാക്ക് പഠിച്ചാൽ ഡെയിലി നാക്ക് പഠിച്ചാൽ ഇത് അത് നാക്ക് പഠിക്കാണ്ട. ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എവിടെ സീപോർട്ട് എയർപോർട്ട് റോഡ്. സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്ലാസ് നടക്കുന്നതെല്ലാം ലൈവായി നമ്മളെ കാണിച്ചു തന്നു. ആൻഡ് ദെൻ അവിടെയുള്ള സ്റ്റാഫിനെ എല്ലാം ഇത്തേക്ക് പരിചയപ്പെടുത്തി തന്നു. സോ ഇവിടെയുള്ള കോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. AI ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പൈത്തോൺ, ജാവ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, വെബ് ഡെവലപ്മെന്റ്, റിയാക്ട് ആൻഡ് നോഡ്, ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ഫ്ലോട്ടോ ട്രെയിനിങ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ കോഴ്സസ് എല്ലാം ഇവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനും അവൈലബിൾ ആണ്. സോ ഇവർക്ക് ഓൺ കമ്പനി ഉള്ളതുകൊണ്ട് കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവർക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ഹെഡിനെ നമ്മൾ മീറ്റ് ചെയ്ത് പുള്ളി നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ബൂട്ട് ക്യാമ്പിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പൊ എല്ലാരും ഇവിടെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. എവിടെ പോനാ? ഗോവിന്ദിന്റെ PC എടുക്കാനായിട്ട് ഗോവിന്ദിന്റെ PC എടുക്കാനായിട്ട് നമ്മൾ ഗോവിന്ദിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. ഉണ്ടല്ലേ? എന്ത് ജ്യൂസ് വേണ്ട ബ്രോക്ക്? എന്ത് ജ്യൂസ് വേണ്ട? മാംഗോ ജ്യൂസ് റെഡിയാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മള് സീനിയേഴ്സിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ് ഇവിടെ തരത്തുള്ളൂ കേട്ടല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ ഭവിഷ്യത്തുകളെല്ലാം നിങ്ങൾ നേരിടേണ്ടി വരും കേട്ടാ. ഏതാ സീനിയർ? വരുത്തന്മാരൊക്കെ എപ്പോഴാ സീനിയറായ? അത്രേ ഉള്ളു. സോ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമുക്ക് പോയാലോ. സോ ഗൈസ്, അപ്പൊ ഇക്കറെ റെഡി ആയിട്ടുണ്ട്. നമ്മള് ചങ്ങനാശ്ശേരി വരെ പോകുന്നുള്ളൂ. നടക്കില്ല. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴി കാണാം. എന്താ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വന്ന് ആദ്യമേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ. കാരണം ഇത്രയും വർഷം കാത്തിരുന്ന് വന്നതാണ് ഞാൻ. തള്ളിക്കേറി വന്നതാ. അവസരം അവിടെ എനിക്കറിയാം അവിടെ വേക്കൻസി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ചാടിക്കേറി വന്ന. അരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അല്ലടാ. നിനക്ക് എത്ര പാല് വേണ്ടേ? അതിനാണ് നമ്മൾ പുറമേന്ന് കാണുന്നതല്ല. ഇവിടെ ഭയങ്കര അടിപൊളിയാണ്. അല്ല അതല്ല ഭയങ്കര എന്ന് വെച്ചാൽ 24 വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ അങ്ങനെയല്ല, ഫുൾ ചിൽ. മൊത്തം എല്ലാരും ഒരു ഫാമിലി പോലെ. ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഇനി ഒത്തിരി ഞാനൊരു കാര്യം പറയട്ടെ. ആർക്കെങ്കിലും ഒരു ദിവസം കൂടി സ്ഥലത്ത് പഠിക്കാൻ പറ്റുമോ? അതാണ് ഇപ്പൊ ഞാൻ ഇന്ന് വന്ന തൊട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോ ഹാപ്പിയാണ്. കാരണം എന്റെ ഒരു ഇത്രയും നാളെ ഞാൻ പറയട്ടെ, പുറമേ നിന്ന് കാണുന്ന അത്ര അടിപൊളി അല്ല. അല്ല, എന്റെ ഒറ്റ ദിവസത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു അത്ര അടിപൊളി ആയിരിക്കില്ല നിനക്ക് അങ്ങോട്ട്. ഞാൻ പറഞ്ഞുതരാം, അത്ര അടിപൊളി ആവില്ല. കാരണം കുറെ നമ്മള് പല സ്ഥലത്തുനിന്ന് പല കൾച്ചറിൽ വളർന്ന പല രീതിയിലുള്ള അല്ലെങ്കിൽ പലതും കണ്ടുപഠിച്ച ആൾക്കാരെല്ലാം വന്ന് അവിടെ ഒരു സിസ്റ്റത്തിനകത്ത് പോകുന്നതാ. അവിടെ കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കൊമ്പൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യം കാണും. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവും, പലർക്കും ഉണ്ടാവും. പക്ഷെ ഇത് അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും, അതനുസരിച്ച് പോകണം. അതാണ് ഇപ്പൊ എന്റെ സ്വഭാവം. ഇനി നിങ്ങള് അറിഞ്ഞല്ലേ വരത്തുള്ളൂ. ഇത് പുറമെ എൻജോയ്മെന്റ് പോലെ ആയിരിക്കില്ല. ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ കൊണ്ടായിരിക്കും നിങ്ങളെ പുറമെ. അങ്ങനെയല്ല, ഈ കളി ചിരിക്കപ്പുറം കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുണ്ട്. അത് ഫേസ് ചെയ്യുമ്പം അറിയാം ആരൊക്കെ. എനിക്കെന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റിലുള്ള ഒരു
ഇത് മാത്രമാണ് ഇപ്പം. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ഇത് വെറുതെ ഒരു വീഡിയോ സെറ്റപ്പിനെ പറയുമ്പോൾ നമ്മൾ പലതും അതിനകത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ടുകൾ നമുക്ക് വൈകുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ നിനക്ക് കുറെ കൂടെ കഴിയുമ്പോൾ നീ പഠിക്കും. ഞാൻ വിചാരിച്ചു ഇക്ക ഒന്നും മനസ്സിലായിട്ടില്ല, ജസ്റ്റ് വന്നതിൽ ഹാപ്പിയാണെന്ന് പറയുന്നത്. അപ്പൊ നീ അവിടെ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു. നീ ഇത് തിരിച്ചു പറയും, ഇവിടെ നല്ല സ്ട്രഗിൾ ഉണ്ട്, നിന്ന് പോവാൻ കഷ്ടപ്പാടാണ്, കുറെ മാറേണ്ടി വരും എന്നൊക്കെ നീ പറയും. 3 മണി വരെയൊക്കെ കിടന്നുറങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പിന്നെ കുറെ മാറി. വന്ന ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പഠിച്ചു. ബൂട്ട് ക്യാമ്പില് വന്ന ഉടനെ കഴിച്ചിട്ട് പാത്രം കഴിവെക്കാൻ പഠിച്ച്. എനിക്ക് തോന്നുന്നതേ നീ കുറച്ച് കഴിയുമ്പോ ഇവിടുന്ന് ഓടോന്നാ. നീ ഒരു അമ്മപ്പുള്ളിയാ, മനസ്സിലാകുന്നില്ലേ? അമ്മ ചോറ് വാരി തന്ന, അമ്മ എല്ലാ ചോറ് വാരി തന്നില്ല, നമ്മള് ചോറ് വാരി തന്നില്ല. ഞാൻ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ നിന്നോണ്ടിരുന്നത്. എല്ലാ അടിയും വാങ്ങി, എല്ലാ അടിയും വാങ്ങി അമ്മമ്മൻ തന്നെയാണ്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇതുണ്ട്, കാരണം വീട്ടിലെ എല്ലാ കാര്യവും ഇവിടെ നിന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവും. അതാണ്, കുറെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവും. നമ്മളിനി മുന്നോട്ട് ചെയ്യാൻ പോണ കാര്യങ്ങൾ നിനക്ക് പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഇപ്പൊ തന്നെ അവിടെ ഇറങ്ങി നമ്മളിങ്ങ് പിന്നെ എടാ നീ എത്ര നാളാവും ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് സംസാരിച്ചു തുടങ്ങിയിട്ട്? ഞാന് 2 വർഷം തന്നെയാണ്. ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു 2 വർഷം. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഞാന് പിന്നെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുമായിരുന്നു, ബൂട്ട് ക്യാമ്പിന്റെ തൊട്ടടുത്ത്. അവിടെ ഏകദേശം 1 വർഷത്തോളം ആ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കാൻ പോലും വിളിച്ചില്ല. ചായ കുടിക്കാൻ പോലും ഇടയ്ക്ക് വിളിക്കും. അവിടെ എന്താണോ എന്നെ ചായ കുടിക്കാൻ വിളിക്കാതെ? അല്ല, വന്നിട്ടുണ്ട്. ഗോവിന്ദ് വിളിക്കും, എടുക്കരുത്. ഗോവിന്ദ് വിളിക്കും, എടുക്കരുത്. അവൻ സീനാണ്. ചായ കുടിക്കാൻ ആകെ പോകുന്നവര് അത് ഞാൻ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. ജക്ടർ ഭയങ്കരമായിട്ട് സത്യം ചെയ്യുന്നു. എല്ലാരും ഒന്ന് വിശ്വസിച്ചു കൊടുത്തേ. പറയാനുള്ള വല്ല കാര്യം നല്ലതെല്ലാം പറയാനായിരുന്നു. ഈ ദുഷിച്ചതും നശിച്ചതും അല്ലാതെ അമ്മ കാണിച്ചേ കൊമ്മനെ രണ്ട് കുറ്റം പറഞ്ഞില്ലെങ്കിൽ എനിക്കെല്ലാരും അറിയിക്കണം ഇവൻ പൊട്ടിയാണെന്ന്. ഇവന്റെ ഒരു ഇമേജ് ഉണ്ട്, ഇവന്റെ ഒരു നല്ല ഇമേജ് ഉണ്ട്, എനിക്കത് പൊട്ടിക്കണം. കൊമ്പനില്ലാതെ ബൂട്ട് ക്യാമ്പിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കി. നീ ആമിയൊക്കെ എന്നാ ചെയ്യും? ടീ ഷോപ്പ് പറഞ്ഞായിരുന്നു ഇയാളെ നല്ല. അത് ബ്ലോഗിന് അത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് പുറകോട്ട് അല്ല വേണ്ട, പുറകോട്ട് വേറെ ഇയാൾക്ക് ചായ വേണ്ടെങ്കിൽ ഇയാൾ വണ്ടിക്കകത്ത് നമ്മള് ചായ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഒരു യാത്രക്ക് പോകുമ്പോ ബാക്കിയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ നോക്കണം. അതന്നെ പറഞ്ഞ ഇയാൾക്ക് മാത്രം ചായ വേണ്ടത്തുള്ളൂ. എനിക്ക് വേണ്ട, ഇക്കക്ക് വേണ്ട. പറഞ്ഞില്ലല്ലോ. വേണ്ട, ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ട. ഡോമിനേറ്റക്സിന് വേണ്ടേ? ഞങ്ങൾക്ക് 3 പേർക്ക് വേണം. ചായ ഉണ്ടോന്ന് ഞാൻ എപ്പോഴാ നിന്നോട് പറഞ്ഞു? ഇക്ക ചായ കുടിക്കില്ല, ഞാൻ കോഫി അടിച്ചോളാം. നമ്മൾ 1 2 3 4 5 പേർക്ക് വേണം. എനിക്ക് ലൈം ജ്യൂസ് മതി. നമുക്ക് നീ വീട്ടിൽ പോയി കുടിച്ചാ. അതല്ല, ഇത് സംഭവം എന്താന്നറിയോ കൊമ്പ? മറ്റേ ജീച്ചേ സത്യം പറഞ്ഞ GT ഇൻസ്റ്റാൾ വെച്ചിട്ടുണ്ട്. RP ആശാനെ കേറണം. അതിന് വേണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. തിരിച്ചു വന്നിട്ട് പടയൊന്ന് ചലഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പടയെന്ന് RP കയറണം എന്നാണ് പുള്ളി തീരുമാനിച്ചിരിക്കുന്നത്. ക്യാരക്ടറിന്റെ പേര് റിവീൽ ചെയ്യാം, ബിലാലിക്കാന്ന്. ഡോണാണ്, ചെറിയ ഡോണാണ്. ക്യാരക്ടർ അങ്ങനെ പോയി. ചായക്കട ഉണ്ട്, ചായ കുടിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. സോറി, ചായക്കടയിൽ എത്തിയെന്നല്ല, ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എത്ര കടിയാടാ? 14ആണോ ഉദ്ദേശിച്ചത്? 14. എല്ലാരും ഓരോന്ന് എടുത്തോളൂ, പക്ഷെ ബില്ല് പേ ചെയ്തപ്പോ 30 കടിയുടെ വലിയ പേ ചെയ്തു. 30 അല്ല 28. അപ്പൊ എന്തായാലും നമ്മുടെ ചായയോടെയും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ചായയും കടിയും കഴിഞ്ഞ കണ്ടപ്പോഴത്തേക്ക് എല്ലാം കൂടെ കയറി കടികള് കാണാത്ത പിള്ളേരാണ്. ആക്രാന്തം മൂത്തപ്പോ ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി. അത് കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് പറയുവാണ്. പിന്നെന്താ പരിപാടി? ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി അവന്റെ വീട്ടിൽ പോകണം, അവന്റെ അമ്മയുടെ ഫുഡ് കഴിക്കണം. പുറത്തുനിന്ന് മേടിച്ച ഫുഡോ അമ്മയുടെ ഫുഡോ? അമ്മ ഉണ്ടാക്കുന്ന ഫുഡോ? അയ്യോ, അങ്ങനെ ആണല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൊമാൻറ്റിക് മ്യൂസിക് ഇട്ടിട്ട് കാത്തിരുന്നു എന്നതിന്റെ മൊയ്തീനിലെ മ്യൂസിക് ഇട്ട് ഒരു സ്ഥലത്തോട്ട് പോകും. വേണം അയാളിപ്പോ ചിരിക്കുന്നുണ്ടോ? വേണം കാണിച്ചു തരാം. എനിക്കാന്ന് വരെ കൂടെ ഉണ്ടായിരുന്നു. ജാബിയുടെ വൈഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും നമ്മള് അതുകൊണ്ട് നീ അല്ലാതെ നോക്കി അതിനെക്കാട്ടി ഭംഗിയുണ്ട്. ആണല്ലേ, ഇത് നല്ല ഭംഗി. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെല്ലാം. ലാസ്റ്റ് നമ്മൾ ഗോവിന്ദേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗോവിന്ദ, എന്തോ നമ്മൾ കയറിക്കോട്ടെ.
കേറ്റ് നമ്മളെ കേറ്റ്. എന്താ ഒരു സൈലൻസ് ആണല്ലോ ഫുള്ള്, ടോട്ടൽ സൈലൻസ് ആണല്ലോ. അല്ല അവിടെ ഡോഗ് കൊണ്ട് കടിക്കും. കൊമ്പന് ചെറുതായിട്ടൊന്ന് പൊത്തുന്ന സ്ഥലമുണ്ട്. ഇഷ്ടായി കേട്ടോ, കൊമ്പനങ്ങ് ഇഷ്ടായി. ചെക്കനോട് സോ ഗൈസ്, അപ്പൊ നമ്മള് ഈവനിങ് ആയിട്ട് ഫുഡ് കഴിക്കാൻ. ഈവനിങ് അല്ലല്ലോ, നമ്മളിപ്പോ അവിടെ ഗോവിന്റെ അടുത്ത് നീ ഏതാ ഗൈസ് ഗോവിന്റെ അടുത്ത് വന്നപ്പോ നമുക്ക് കപ്പയും മീൻകറിയും ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹം കൊണ്ടിങ്ങനെ വിളമ്പി തന്നപ്പോഴേ കണ്ണ് നിറയുക. കാരണം നമ്മൾ കഴിക്കാതിരിക്കാനാണോ വൈരാഗ്യമാണോ അറിഞ്ഞൂടാ. നല്ല എരിവ്. അതിന്റെ ഇടയിൽ ചൂട് കാപ്പി, ചൂട് കാപ്പിയും കൂടെ എരിവ് കൂടാൻ വേണ്ടിട്ടാ നിന്റെ മുഖം കൂടെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ബ്ലോഗിന്റെ കാര്യം. ഇപ്പൊ ഇനി നമുക്ക് ഒരു മിനിറ്റ്, ഇവനെ വിടുന്നുണ്ട്. ഇവ അവിടെ നിന്ന് കരയുമ്പോ തിരിച്ചു വിളിക്കരുത്. ഇവന്റെ ഫുള്ളാളിയൊക്കെ മാറും, അമ്മ കുഞ്ഞളിയൊക്കെ മാറും. അതെ, ഈ ആറ്റിറ്റ്യൂഡ് കാണണേ. സോ നമ്മള് സാധനങ്ങളും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ എന്തായാലും പാക്ക് ചെയ്തിട്ട് കാണാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ, സാധനം എല്ലാം വണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. എന്തേ അപ്പൊ പോട്ടെ പോയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാണാം. അമ്മക്കുട്ടി കരഞ്ഞോണ്ട് വിളിക്കും. വൈബിസ കരയണ്ട പോട്ടെ വൈബിസ. നമ്മള് കരഞ്ഞോടി. അപ്പൊ ഓക്കെ, ഇനി നമ്മളെവിടെ പോന്നെ? റൊമാൻസ് നേരത്തെ വണ്ടി കയറിയിരുന്ന. അപ്പൊ നമുക്കിനി ജാബിയുടെ വൈഫിന്റെ വീട്ടിൽ കാണാം. ഗൈസ്, അങ്ങനെ നമ്മള് ജാബിയുടെ വൈഫിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോ തന്നെ കുറെ ഐറ്റംസ്, മാങ്ങാപ്പഴം, ഇതെന്തൂരി ഗാട്ടിയ, അതെന്തോ സാധനം. പിന്നെ പറയാം. പിന്നെ ഇപ്പൊ മിക്സർ ഉണ്ട്, ജിലേബി ഉണ്ട്, മറ്റേ ടൊമാറ്റോ കുറുക്കുണ്ട്, കുറെ items ഉണ്ട്. സാധനങ്ങളുണ്ട് ഗൈസ്. ഇനിയിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ അതാ. ഷുഗർ കട്ട്. ഇതാണോ ഷുഗർ കട്ട്? ഫോൺ കാണിച്ചു അതിന്റെ ബാൾ പേപ്പർ അത് കണ്ടു മടുത്ത് അല്ല അത് കാണിക്കട്ടെ. ഞാനൊന്നും ഓർക്കാൻ വേണ്ടി വെച്ചേക്കണം. എന്താ നോ ഷുഗർ? എന്നിട്ട് എന്താ കഴിക്കുന്നത്? ബോഡി റിയാക്ട് ചെയ്യലടാ. എന്നാണ് ബോഡി റിയാക്ട് ചെയ്ത് അടിച്ചുറുക്കരുത് സംഭവം. ഇവര് രണ്ടുപേരുടെ ഇടയിൽ ഇരുന്നിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അമ്മാതിരി എല്ലാം ഒരു മാന്യതയില്ലല്ലോ കയ്യിലിരിക്കുന്നത്. എന്റെയാ നല്ല തീറ്റി തരുന്നില്ല. മാജിക് അത് കാണിച്ച പോക്കറ്റ് ഇടും, പിന്നെ ഉറുമ്പായിരിക്കും. ഇനിയിപ്പോ എന്തൊക്കെയാ പരിപാടി? ഇതൊക്കെ പൊതിഞ്ഞെടുത്ത് ഇതൊക്കെ ഒന്ന് എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് നേരെ ബൂട്ട് ക്യാമ്പിലേക്ക് പോകാൻ പോണ കേസ്. അപ്പൊ നമ്മുടെ എന്റെ ആദ്യത്തെ ബൂട്ട് ക്യാമ്പിലെ ചായയുടെ ബൂട്ട് ക്യാമ്പിലെ ചായ കൂടിയാണ്. ബൂട്ട് ക്യാമ്പിൽ നിന്ന് ചായ കുടിക്കാൻ പോകുന്ന എന്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഓ അതെന്നെ ഉദ്ദേശിച്ച്. അപ്പൊ ഇവർക്കെല്ലാം ഇന്ന് ഞാനാണ് ചെലവ് ചെയ്ത് കൊടുക്കുന്നത്. അതെ, ഞാനിന്ന് ചെലവ് ചെയ്യുന്നത്. ചായ കുടിക്കാൻ ഇത് നമ്മുടെ ചായക്കട കൊടുക്ക. ഇന്ന് എന്തും മേടിച്ചു കൊടുക്കും. ഇന്ന് നീ പറയുന്ന എന്തും ഞാൻ മേടിച്ചു തരും. വണ്ടിയിലേക്ക് കയറ്. അപ്പൊ ഗൈസ് നമുക്ക് അവിടെ ചായക്കട കാണാം.
ഗൈസ് ഇവിടെ തേങ്ങാക്കൊല വന്നപ്പോ ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു ബ്രോ. ഹലോ ആ ആദ്യം തേങ്ങാക്കൊല തേങ്ങാക്കൊല ഇതാണ് ചായക്കടയാണ് കേട്ടോ. ഇത് വേറെന്താ പേര് കൂടെയുള്ള ചായപ്പിടി ആക്കി. ഇങ്ങ് വന്നേ ബ്രോ, ബ്രോ എന്താ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കണേ? ഇങ്ങ് പറ, എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത് പറ. ഞാൻ പറയും കൈ അടിച്ച ഇങ്ങനെ അടിച്ച കേട്ടോ വിറക്കുന്ന. ഇത് കൈയൊക്കെ കിടന്ന് വിറയ്ക്കുന്നു സംഭവം. ബ്രോ പറയുന്നത് ഞാൻ പറയണോ? വേറെ ഒന്നുമല്ല, ബ്രോന്റെ എക്സിനെ കണ്ടപ്പോൾ തൊട്ട് കൈ വരയ്ക്കാൻ തുടങ്ങി, കുണ്ടി വരെ വരയ്ക്കാൻ തുടങ്ങി. അതെനിക്കറിയത്തില്ല എന്താന്ന്. ഇതെന്താ ആലോചിക്കണേ? ഒന്നുമില്ലേ? എങ്ങനെയുണ്ടല്ലോ ലൂക്കൊക്കെ എങ്ങനെയുണ്ട്? ഒരു ഹായ് പറയട്ടെ കുട്ടാ, ഉറക്കണീറ്റിരിക്കുക. ഹായ്. ഡോമേട്ടനെ നോക്കുക. അപ്പൊ ഇനി നമ്മള് ചായ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ബ്രോ ഫുള്ള് ബില്ല് കൊടുക്കുന്നല്ലേ ബ്രോ? ഞാനിവിടെ ഫുള്ള് സാധനങ്ങൾ പറയാൻ പോട്ടാ. അതെന്താ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലേ ബ്രോ? ഇവിടെ നിന്ന് പിന്നെ മറ്റേ അവിടെയും കൊടുക്കാന്നാ പറഞ്ഞത്. എവിടെ? നമ്മൾ ഇത് കഴിഞ്ഞ് പോണെടുത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഗൈസ്. അവിടെ ചെന്നിട്ട് നമുക്ക് കാണിച്ചു ഫുൾ ചെലവ് ബ്രോ. ഏത് കൂടെ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഫോട്ടോ എടുക്കുന്ന പുള്ളിയോട് ഫോട്ടോ എടുക്കട്ടാന്ന് ചോദിച്ചപ്പോ അവര് വേണ്ടെന്ന് പറഞ്ഞു. ഡോമിന് വിഷമായി. ബ്രോഡ് കൂടെ എടുത്തില്ല. സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ കോഫി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആമിച്ച് എന്തൊരു കഴിക്കണേ? ബബിൾക്കോ? ചായക്കട വന്നിട്ട് ബബിൾക്കോ കഴിക്കണം വന്നേ. അപ്പോൾ എല്ലാവരും ചായയും കാര്യങ്ങളെല്ലാം കുടിച്ചു. കൊണ്ടുവന്നപ്പോൾ നമ്മൾ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ എങ്ങോട്ട് വെക്കാം? ബില്ല് കൊടുത്തു വിട്ടോ? എന്ത് കൊടുത്തു വിട്ടോ? നീ എത്ര കൊടുത്തേ? ഞാനും 2000 രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കി തിരിച്ചു തരാൻ 1 2 3 4 5 6 ചായ ഗ്ലാസ് ട്രാൻസ്ഫർ ചെയ്താൽ അല്ല, കൂടുതലായാലും കൊടുത്തേക്കാൻ പറഞ്ഞു. ബാക്കി 1000 രൂപ ചായ കുടിക്കാൻ 1000 രൂപ. ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ പോയി. വണ്ടി ബുക്ക് ആയിരിക്കുന്നു. ഏത് വണ്ടി? അവിടെ ഒരു വെള്ളം വണ്ടി ഇരിപ്പുണ്ട്. BMO എന്തോ മേടിച്ചേക്കാന്ന് വെച്ചു. സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടിയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഇഡ്ഡലി കഫേ അല്ലേ? ഇഡ്ഡലി കഫേയിലാണ് നിൽക്കുന്നത്. ഇത്ത ഓർഡർ ചെയ്തിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. ഇക്ക എന്താ കഴിക്കുന്നേ? ഞാൻ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നു. നല്ല മീൻകറി. ഓ ശരി, മീൻകറി നല്ല കുട്ടിയുടെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ കൊമ്പൻ അവിടെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വെറൈറ്റി ആയിട്ട് മസാല ദോശ പറഞ്ഞു. വെറൈറ്റി ഇവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നു അത്. അതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തത്. ഇവിടെ ഇല്ല. ഞാൻ സ്പെഷ്യൽ ഏതാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുമോ മസാല ദോശ ഉണ്ടെന്ന്. അമ്മീസേ എങ്ങനെയുണ്ട്? ഇതെന്താണ്? കോമ്പിനേഷൻ ആണ് അടിപൊളി. ചോക്ലേറ്റ് കോഫി വിത്ത് മാർഷ്മലോനെ ഇഡ്ഡലി ഇതും. അമ്മീസ് എങ്ങനെയുണ്ട്? അമ്മീസ് ഒരു റിവ്യൂ പറയൂ. എന്ത് പറയൂ? നമുക്ക് നോക്കാം. ചൂടാ കൊള്ളാം, അടിപൊളിയാണ്. ഇത്ത കഴിച്ച കഴിഞ്ഞത് ഇത്ത അവിടെ ഇരുന്നു. ഇത്ത കഴിഞ്ഞ് ഇനി നമ്മളാണ് കഴിക്കാനുള്ളത് അല്ലേ? ഞാനും ഇക്കയും കൂടെ കഴിക്കും. കഴിച്ച് ഞാനും ഇക്കയും കൂടെ ഷെയർ ചെയ്യണം. വൻ പതപ്പിലാണല്ലോ ഇത്. ഇത് ഒരു ചെറിയ ഷേക്ക് മേടിപ്പിക്കും. വെറുതെ പറയാന് ആക്രാന്തം കാണിച്ച് അണ്ണാക്കുള്ളി കേട്ടിട്ടില്ല. അതാണ് ഇപ്പൊ പറയാൻ പോണേ. അത് തണുത്തിട്ട് കഴിക്കാം. കഴിക്ക്. പറ്റും. സൂപ്പർ. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഫുഡ്? പറയൂ, ഫുഡ് റിവ്യൂ പറയൂ. ആമിയുടെ പേജിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടോ? പണ്ട് നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. കൊമ്പച്ച എങ്ങനെയുണ്ട് പറ? കൊമ്പ ഹായ്.
തിരക്കാണ്. സോ ഗൈസ് അങ്ങനെ നമ്മള് ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് റൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒന്നും ആയില്ല. ഒന്നും ആയില്ലേ? അത് അവിടത്തെ വല്ല ക്ലിപ്പ് എടുത്തായിരുന്നല്ലേ? നമ്മള് വലിയ സാധനങ്ങളായിട്ട് മസാല പക്ഷെ നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. കിട്ടില്ല ടേസ്റ്റ്. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്നത് ഞാനിവിടെ ഗെയിം കളിക്കായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഗെയിംസും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ ലൈവിൽ വന്നാൽ മതി. വാസ്കോടെ ലൈവ് ഗൈസ് ഞാൻ എന്തായാലും ഓർഡർ തന്നെ ലൈവ് ഇട്ട് തുറന്നായിരിക്കും. രാത്രി 8 മണി മുതൽ KFC ചാനലിൽ നിങ്ങൾ നോക്കിയാൽ ലൈവ് വന്നിരിക്കും. പറയൂട്ടോ ഞാനത് അപ്ഡേറ്റ് ചെയ്യും. എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തോ ഞാൻ പറയും. ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. ഫോളോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഒരു സോ ഗൈസ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ. യെസ് ഗൈസ്, ഞാൻ അങ്ങനെ ബൂട്ട് ക്യാമ്പിൽ ഒരു മെമ്പറായി. എൻ്റെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇത്. ഏകദേശം 4 വർഷത്തെ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഗൈസ്. ബട്ട് ഇവിടെ എത്തുന്നതിലല്ല കാര്യം, ഇവിടെ എങ്ങനെ നിലനിൽക്കുന്നതിലാണ് കാര്യം. എനിക്ക് എപ്പോഴും പറയാറുണ്ട്. ശരിയാണ്, ഞാൻ ജോയിൻ ചെയ്തത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാതിരിക്കുന്നവരും കാണും. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അവരെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും. ഇത് എനിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാക്സിമം ഞാൻ യൂസ് ചെയ്യും. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.